വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കവി കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ എക്കാലത്തേക്കും അന്വർത്ഥമാണ്. മനുഷ്യനെ മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്കും സർഗാത്മകതയിലേക്കും കൈപിടിച്ചു കയറ്റിയ അക്ഷരങ്ങളുടെ ദിനം. ഇന്ന് വായനാ ദിനം. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. കവി കുഞ്ഞുണ്ണി മാഷ് നമ്മെ ഓർമ്മിപ്പിച്ച് കടന്നുപോയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും വായനയുടെ മഹത്വം നമ്മെ നിത്യവും ഈ കവിവാക്യങ്ങൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അക്ഷരങ്ങൾ അമൂല്യമാണ്. അവ മനുഷ്യഹൃദയത്തെ നൈർമല്യമാക്കുന്നുവെന്ന് ആരും സമ്മതിക്കും. വായന അറിയാത്തവനെ പാമരൻ എന്നാണ് വിളിക്കുക. അന്ധതയ്ക്ക് അഥവാ കണ്ണുകാണാത്തതിന് തുല്യമാണത്. വായിക്കാൻ അറിയുന്നവനിലേക്ക് അറിവ് പുഴ പോലെ ഒഴുകി വരും. അതറിയാത്തവൻ മൃഗത്തിന് സമാനമാവും. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ KN പണിക്കരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ന് കൈരളിയുടെ വായന ദിനത്തിൽ നാടെങ്ങും ഗ്രന്ഥശാലകളിലും വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പ്രത്യേക പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂളുകളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചുകൂട്ടി വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തും. പുസ്തകങ്ങളെക്കുറിച്ചും പത്രങ്ങളെയും മാധ്യമങ്ങളെക്കുറിച്ചുമെല്ലാം ഇവയിൽ പ്രതിപാദിക്കും. വായന മരിച്ചുവെന്ന് വിലപിക്കുമ്പോഴും അത് ഇന്നും നമുക്കിടയിൽ പല രൂപത്തിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ വായന പുസ്തകത്തിലേതിനേക്കാൾ ഉപരി ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുകയാണെന്ന് പറയാം. ലൈബ്രറികളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന വായനയാണ് മൊബൈലിലേക്കും മറ്റുമായി മാറിയിരിക്കുന്നത്. നിരവധി പ്ലാറ്റ്ഫോമുകളും ആപ്പുകളും വായനയ്ക്കായി തുറന്നു കിടപ്പുണ്ട്. വലിയ ഭാണ്ഡക്കെട്ടുകളുമായി വിദ്യാലയങ്ങളിലേക്ക് പോയിരുന്ന കുട്ടികളുടെ കൈകളിൽ നിന്ന് ടാബും മൊബൈലുമൊക്കെയായി അക്ഷരങ്ങൾ കൂട്ടുകൂടിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ശ്രവിക്കുന്ന ഈ വാർത്ത പോലും ഒരു വായനയാണ്. വായന കേൾവിയിലേക്കും ദൃശ്യത്തിലേക്കും കൂടി മാറ്റപ്പെട്ടിരിക്കുന്നു ഇവിടെ. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വായനാ ദിനാശംസകൾ. UTV ന്യൂസ്, പാലക്കാട്.